എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ നാമി അവളാണെങ്കിൽ ഇപ്പൊ കറക്റ്റായി അസിസ്റ്റന്റ് പെണ്ണിന്റെ പവറും വീക്ക് പോയിന്റും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നാമി ആണെങ്കിൽ അവളുടെ മിറർ പവർ ഉപയോഗിച്ച് ഒരുപാട് ക്ലൗൺസിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നാമിയും അവളുടെ ക്ലൗൺസുകളും എല്ലാവരും ചേർന്ന് തണ്ടർ പവർ എടുത്ത് റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ വില്ലത്തി അവള് റിയൽ നാമിയെ കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ആ തണ്ടർ പവർ വന്ന് വീണ് അവള് തവിട് പൊടിയാവും. വില്ലത്തിയുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരും. ആ അസിസ്റ്റന്റ് വില്ലത്തി അവൾ എന്തെങ്കിലും ചെയ്യും മുമ്പേ നമ്മുടെ നാമി അവൾ ആ തണ്ടർ പവർ വെച്ച് അവൾ അറ്റാക്ക് ചെയ്യും. വായിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും പുകയൊക്കെ പുറത്തേക്ക് പോയി ഫ്യൂസ് പോയി അങ്ങനെ കിടക്കുകയാണ്. നാമി ചോദിക്കും, എന്നെ കണ്ടിട്ട് നിനക്കത്ര കുറച്ചിലായി തോന്നിയോ? എനിക്കും കുറച്ച് സ്കില്ലൊക്കെ ഉണ്ട്. ഇനി ഒരു തവണ കൂടെ ഞാൻ തണ്ടർ ബോൾട്ട് അറ്റാക്ക് യൂസ് ചെയ്താ നിന്റെ കഥ കഴിയും. എന്റെ റോബിന് വേണ്ടി ഉറപ്പായിട്ടും ഞാനത് ചെയ്യൂന്ന് പറഞ്ഞ് അവളിപ്പോ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ഉടനെ ആ വില്ലത്തി അവൾ ടെൻഷനാവും. നീ എന്നെ തന്നെ വെല്ലുവിളിക്കാൻ നോക്കുകയാണോ? നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അത് കേട്ട് നാമി അവൾ ചിരിക്കും. നിനക്കൊരു കാര്യം അറിയോ? ഈ റൂമിന്റെ വെതർ അതിപ്പോ എന്റെ കൺട്രോളിലാണ്. ഈ ഒരു വെതറിനെ കൺട്രോൾ ചെയ്ത് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. നിന്റെ കഥ അത് ഇവിടെ തീരാണെന്ന് പറയും. അതിന് അസിസ്റ്റന്റ് വില്ലത്തി അവള് ചാടി വന്ന് നാമി ക്രിയേറ്റ് ചെയ്ത ഓരോ ക്ലൗൺസിനെയും തല്ലി തല്ലി തകർക്കാൻ തുടങ്ങും. പക്ഷെ അതിലൊരെണ്ണം അങ്ങനെ ഉരുണ്ടുരുണ്ട് ഓടുന്നതായിട്ട് കാണും. അതാണ് നമ്മുടെ റിയൽ നാമി. അവളാണെങ്കിൽ ആ വില്ലത്തിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ ഒരു കോലത്തിലേക്ക് ചേഞ്ച് ആവുക. നാമി സ്റ്റൈലായിട്ട് പറയും, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അതിപ്പോ ഓക്കെ ആണ്. ഈ ചെറിയ തണ്ടർ അത് ചാഞ്ഞൊരു അടി തന്നാ അവിടെ നിന്റെ കഥ കഴിയും. നിനക്ക് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചോ. നാമി ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര കാര്യമായിട്ട് ആ ഡാർക്ക് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ വില്ലത്തിക്ക് മനസ്സിലാവും കാര്യം കൈവിട്ടു പോവാണ്. എത്രയും പെട്ടെന്ന് ആ ബബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴായിരിക്കും നാമി അവള് മറ്റൊരു കാര്യം ആ വില്ലത്തിയോട് പറയാ. ഇനി നീ ആ ബബിൾ ടെക്നിക്ക് അതുപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പാരയായി തീരാൻ പോകുന്നത് നിനക്ക് തന്നെയാണ്. ആ ബബിൾ ടെക്നിക്ക് ഉപയോഗിച്ച നിന്നെ കൊണ്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. സോ എന്റെ പണി അത് വളരെ സിമ്പിൾ ആയിരിക്കും. അതിനുശേഷം വില്ലത്തിക്കാണെങ്കിൽ അത് കേട്ട് സർവ്വ കൺട്രോളും പോവും. സോ നീ എന്നെ മുഴുവനായിട്ടും ട്രാപ്പ് ചെയ്യാൻ നോക്കുകയാണോ? ആ വില്ലത്തിക്ക് മനസ്സിലാവും വേറെ വഴിയില്ല, എന്റെ പവർ അത് ഉപയോഗിച്ചേ തീരുമെന്ന് പറഞ്ഞ് അവള് ഫുൾ ഫോഴ്സില് ഇപ്പൊ ബബിൾസ് ക്രിയേറ്റ് ചെയ്ത് വലിയൊരു പത തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കും. അത് ആ റൂം മുഴുവൻ പതിയെ പതിയെ സ്പ്രെഡ് ആവും. ഇവിടെ നാമി ആണെങ്കിൽ അവളുടെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അണ്ടർ പവർ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ചാടി ചാടി നിൽക്കുകയാണ്. പക്ഷേ ആ ബബിൾസ് അതേത് നിമിഷവും അവളുടെയും അവളുടെ ക്ലൗൺസിന്റെയും ദേഹത്ത് വീഴാം. അങ്ങനെ സംഭവിച്ച അവൾക്കും അവളുടെ ക്ലൗൺസിനും എല്ലാത്തിനും പവർ നഷ്ടാവും. പക്ഷെ നമ്മുടെ നാമി അവൾ ചില്ലറക്കാരിയല്ല. അവളിപ്പോ അവളുടെ പവർ ഉപയോഗിച്ച് ഒരു സൈക്ലോൺ ക്രിയേറ്റ് ചെയ്യും. സൈക്ലോണിനാണെങ്കിൽ നല്ല ഫോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ബബിൾസിന്റെ ഇടയിലൂടെ ഒരു വലിയ ദ്വാരം ക്രിയേറ്റ് ആവും. നാമി ഉഷാറായി അതുവഴി പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. പക്ഷെ അവൾ ആ ഗ്യാപ്പ് വഴി ഓടുന്തോറും അവളുടെ ക്ലൗൺസ് അതൊന്നൊന്നായി ഇല്ലാതാവും. നാമി ആണെങ്കിൽ ആ വലിയ ഹോളിലൂടെ ഡോറിന്റെ തൊട്ടടുത്തെത്തും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. റിയൽ നാമിയെ തിരിച്ചറിഞ്ഞ ആ വില്ലത്തി അവളിപ്പോ അവളുടെ ഫിംഗർ പിസ്റ്റൽ പവർ ഉപയോഗിച്ച് നാമിയെ തെറിപ്പിച്ച് ആ റൂമിലേക്ക് തന്നെ ഇടും. ഉടനെ ആ വില്ലത്തി അവളിപ്പോ നാമി വേദന കൊണ്ട് പൊളയുന്നത് കണ്ട് സന്തോഷിക്കും. നീ ഇത്രയും നേരം എന്നെ ഇട്ട് വട്ട് തട്ടിയില്ലേ, ഇനി ഇവിടുന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. വില്ലത്തി വീണ്ടും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നാമിയുടെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും എന്തോ ഒരു ശബ്ദം അവൾ കേൾക്കുക. അവൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. പുറകിലായിട്ട് ആ ബ്ലാക്ക് ക്ലൗഡിൽ നിന്നും വലിയ വലിയ തണ്ടറുകളൊക്കെ ഉണ്ടാവാണ്. അവളുടെ ശ്രദ്ധ തെറ്റിയ ആ ഒരു ഗ്യാപ്പില് നാമി ആ സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരൊറ്റ അടി വലിയ തണ്ടർ വില്ലത്തിയുടെ ബോഡിയിൽ അടിച്ച് അവളുടെ വായിലൂടെ ഒരുപാട് ബബിൾസ് ഒക്കെ ആയി നുരയും പതയൊക്കെ പുറത്തേക്ക് വരും. ആ ഒരു അടിയില് പിന്നെ വില്ലത്തിക്ക് ബോധം ഉണ്ടാവില്ല. സോ ഒരു വിധത്തില് ഇപ്പൊ നമ്മുടെ നാമി അവൾ ആ വില്ലത്തിയുടെ കഥ കഴിച്ചു. ഇനി ആ കീ എടുത്ത് അവിടുന്ന് രക്ഷപ്പെടണം. കട്ട് ചെയ്ത ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ അവൻ വീണ്ടും ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പാഞ്ഞു കയറുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ജബറയും കക്കുവും അവർ രണ്ടുപേരും ഒസോപ്പും സോറയായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. മറ്റൊരു ഭാഗത്ത് പൗലിയും ഫ്രാങ്കി ടീംസും അവരാണെങ്കിൽ ആ കയറിനുള്ളിൽ പെട്ട് കിടക്കുകയാണ്. നാമി ആണെങ്കിൽ ആ വില്ലത്തിയുടെ ബോഡിയിൽ കീ എവിടെയാണെന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ആ സ്പാങ്ടം വില്ലൻ അവനാണെങ്കിൽ റോബിനെ പിടിച്ചു വലിച്ച് മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. റോബിൻ നൈസായിട്ട് അവളുടെ കാല് വെച്ച് ആ വില്ലനെ തട്ടി താഴെയിടും. എന്നിട്ട് വൻ സ്പീഡില് ഇപ്പൊ തിരിച്ചോടും. വില്ലനാണെങ്കിൽ റോബിൻ
എന്ന് നിലവിളിക്കും. പക്ഷെ അവൾ മൈൻഡ് പോലും ചെയ്യാതെ ഫുൾ ഫോഴ്സിൽ തിരികെ ഓടുകയാണ്. അതേസമയം ഇവിടെ ലൂച്ചിയും ലൂഫിയും ഒരു രണ്ടുപേരും ഇപ്പോഴും നിർത്താതെ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലൂഫി പഠിച്ച പണി 18 നോക്കിയിട്ടും ലൂച്ചിയുടെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും വീഴില്ല. അതേസമയം ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വലിഞ്ഞ് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി വരും. ഫ്രാങ്കി നാമിയെ കണ്ട് ആ മോൺസ്റ്റർ അവൻ എവിടെ? അതിനവള് പറയും എനിക്കറിയില്ല. അവൻ എവിടേക്ക് പോയി, എന്തു പറ്റിയെന്ന്. ചോപ്പറിന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രൂപത്തിൽ കാണുന്നത്. ഉടനെ ഫ്രാങ്കി അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ കൊല്ലണം. നാമിക്ക് കലി കയറി അവന്റെ തലയ്ക്കൊരൊറ്റ ഇടി. അവൻ എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ കഥ ഞാൻ കഴിക്കും. ആ ഒരു ഇടിയില് ഫ്രാങ്കിയുടെ പിരി പോയി അവൻ അങ്ങനെ നിൽക്കുകയാണ്. ഫ്രാങ്കി പറയും ഉറപ്പായിട്ടും ഇതാ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ തന്നെയാണ്, ഇതെങ്ങനെ നോർമലാക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ കാര്യമായിട്ട് ചിന്തിക്കും. അപ്പോഴായിരിക്കും നാമിയുടെ അടുത്ത് കിടക്കുന്ന ആ വില്ലത്തിയെ അവൻ കാണാം. വാവ് നാമി, നീ ശരിക്കും അടിപൊളിയാണ്. നീ ഒറ്റയ്ക്ക് ഇവിടെ തല്ലി താഴെയിട്ടല്ലേ? ഇവിടെയുള്ള ഒരുപാട് ബോയ്സിന് കഴിയാത്ത കാര്യമാണ് ഒരു പെൺകുട്ടിയായി നീ അടിപൊളിയായിട്ട് ചെയ്തത്. അത് കേട്ട് നാമി അവൾ ഓടി വന്ന് ഇപ്പൊ വില്ലത്തിയുടെ ബോഡിയിൽ കീ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ അവളുടെ ഡ്രസ്സ് മുഴുവൻ അവൾ വലിച്ചു കീറി നോക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഉസോപ്പിനെയും സോറയും കാണിക്കും. ഉസോപ്പാണെങ്കിൽ വീണ്ടും ഡയലോഗ് അടിക്കാൻ തുടങ്ങും. എന്റെ ഫ്രണ്ട് ഉസോപ്പിന്റെ അണ്ടറിൽ 8000 സോൾജേഴ്സ് ഉണ്ട്. അവരിവിടേക്ക് വന്ന നിങ്ങളെല്ലാവരെയും ഇട്ടിച്ച് സൂപ്പാക്കും. സോ മര്യാദക്ക് നിങ്ങളുടെ കയ്യിലുള്ള കീകള് അത് ഞങ്ങൾക്ക് താ. പക്ഷെ ജബറയ്ക്കും കക്കുവിനും അത് കേട്ട് ഭയങ്കര ആവേശമാവും. 8000 പേരെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു നേട്ടം തന്നെയാണ്. സോ ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വീണ്ടും നമ്മുടെ ആൾക്കാരോട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ ഓടി വരികയാണ്. അങ്ങനെ രണ്ട് ടീമും വീണ്ടും കത്തിയും വാളൊക്കെ എടുത്ത് വമ്പൻ അടിയിടി ഫൈറ്റ്. അപ്പോഴായിരിക്കും കക്കും ജബറയും പരസ്പരം നോക്കുക. ബസ്റ്റർ കോൾ എനേബിൾ ചെയ്ത് ഒരുപാട് ടൈമായി. സോ എത്രയും പെട്ടെന്ന് ഇവരെ രണ്ടുപേരെയും കൊന്നിവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അവരുടെ ഗതി അത് അധോഗതിയാവുമെന്ന് കക്കുവിനും ജബറയ്ക്ക് പിടികിട്ടും. ഒസോപ്പ് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് കേൾക്ക്. പക്ഷെ അവരാണെങ്കിൽ ചാടി വന്ന് വമ്പ ഫോഴ്സില് നമ്മുടെ ആൾക്കാരെ അറഞ്ച് ഇട്ടിക്കും. സോറ ഒരുപാട് ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. ഫൈറ്റിന്റെ പവറിൽ നമ്മുടെ ആൾക്കാർ പുറകിലേക്ക് പോകും. മാത്രമല്ല സോറയുടെ വായിലുണ്ടായിരുന്ന ആ ഒരു സ്ക്വാഡ് താഴെ പോവും. അവരുടെ പവർഫുൾ അറ്റാക്ക് കാരണം ഇപ്പൊ സോറയെ കൊണ്ട് ആ സ്ക്വാഡ് എടുക്കാൻ കഴിയില്ല. സോറ ഉസോപ്പിനോട് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് എങ്ങനെയെങ്കിലും ഈ ഹാൻഡ് കഫ് അഴിക്കണം, അല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ റെഡിയാവും. ഉടനെ ഉസോപ്പ് നിലവിളിക്കും, ചോപ്പർ നീ എവിടെയാണ്, ഓടിവായോ. അപ്പോഴായിരിക്കും ചോപ്പർ അവൻ ആ ബിൽഡിംഗ് തകർത്ത് അകത്തേക്ക് കയറി വരിക. ചോപ്പറിന്റെ പുതിയ രൂപവും കോലമൊക്കെ കണ്ട് നമ്മുടെ ആൾക്കാർക്ക് അത് ആരാണെന്ന് മനസ്സിലാവില്ല. പക്ഷെ അവർ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവന്റെ തലയിലെ ക്യാപ്പ്, കണ്ണ്, കൊമ്പ് അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇത് ചോപ്പർ തന്നെയാണ്. പക്ഷെ ഇവൻ എന്തു പറ്റി എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ചോപ്പർ അറഞ്ചം നമ്മുടെ ആൾക്കാർ തന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുക. ഉടനെ സോറ അവൻ ഉസോപ്പിനെ തൂക്കിയെടുത്ത് 100-110 ഓടും. ചോപ്പറിന് എന്തു പറ്റി, ഇവനെന്തിനാ നമ്മൾ അറ്റാക്ക് ചെയ്യണേ, ഇനി ഒരു പക്ഷേ ഇവൻ നമ്മുടെ ചോപ്പർ അല്ലേ എന്നൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങും. സോറ ഉസോപ്പിനോട് പറയും, ഇത് ചോപ്പർ തന്നെയാണ്, അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള മോൺസ്റ്റർ ലുക്കിലേക്ക് അവൻ വരണമെങ്കിൽ അവനവന്റെ പവർ അത്രത്തോളം എൻഹാൻസ് ചെയ്തിട്ടുണ്ടാവും. ചോപ്പറിനാണെങ്കിൽ ഇനി അധിക നേരം ജീവിച്ചിരിക്കാൻ കഴിയില്ല. അവന്റെ പവർ മുഴുവൻ നഷ്ടപ്പെട്ട് അവൻ മരിക്കും. ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവർ കാര്യമായിട്ട് ആലോചിക്കുമ്പോഴായിരിക്കും സാക്ഷാൽ ഫ്രാങ്കി അവനിപ്പോ അവിടേക്ക് വരിക. ഫ്രാങ്കി നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ചോപ്പറിനെ നമുക്ക് തിരികെ പിടിക്കാമെന്ന് പറഞ്ഞ് കറങ്ങി വന്ന് ചോപ്പറിനെ ചവിട്ടി ആ കടലിലേക്കിടും. കടലിൽ വീണ അടുത്ത സെക്കൻഡ് ഇപ്പൊ ചോപ്പർ അവൻ നോർമലാവും. വില്ലന്മാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇവരെന്തിനായിരിക്കും ഇവരുടെ ആൾക്കാർ തന്നെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് അവര് പരസ്പരം ചോദിക്കും. അപ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ്. നമ്മുടെ നാമി അവൾ അവിടേക്ക് വന്ന് സോറോയുടെയും ഉസോപ്പിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഹാൻഡ് കഫ് അതഴിച്ചു. ഉടനെ നമ്മുടെ ആൾക്കാര് ഫുൾ പവറില് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.